എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലുള്ള കളർ സ്റ്റോൺസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ, അതുപോലെ കോൺഫ്ലവറോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അപ്പം ഗോതമ്പ് പൊടിയിൽ ഞാൻ കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞ കളർ സ്റ്റോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെള്ളം കൂട്ടിയിട്ട് വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാണ് വേണ്ടുന്നത്. ഇങ്ങനെ മാവ് റെഡിയാക്കി കഴിയുമ്പോൾ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഈ ഒരു കല്ലിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പ്ലേറ്റിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് യെല്ലോ സ്റ്റോൺസ് ഉണ്ടാക്കി. ഇനി ഞാൻ ഗ്രീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ യെല്ലോയിൽ തന്നെ കുറച്ച് ഉജാലയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ കളർ സ്റ്റോൺസ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ട് മാവ് കാണുമ്പം ഒരു വൃത്തിയില്ലാത്തൊരു കളറാണ്, പക്ഷേ സ്റ്റോൺ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഒലിവ് കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതും ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റൗണ്ടുകളാക്കിയിട്ട്, റൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു കല്ലിൻ്റെ ഷേപ്പ്, നമ്മൾ കല്ല് കണ്ടിട്ടില്ലേ, പല ഷേപ്പിലും സൈസിലൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഇതുണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതാ 2 കളേഴ്സ് റെഡിയായി. ഇനി മൂന്നാമത്തെ കളറിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുങ്കുമമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചപ്പാത്തിയുടെ ആ ഒരു മാവിൻ്റെ ഒരു ഫോമിലേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് കല്ലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുക.
ഇതുപോലെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട്, നിങ്ങൾ പെയിൻറ് ഇല്ലെങ്കിലാണ് പറഞ്ഞത്, അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പല കളേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വയ്ക്കാം. കാരണം ഇപ്പോൾ ഈ സ്റ്റോണിന് ഷൈനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റോൺ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 2 ദിവസമെങ്കിലും ഉണങ്ങാൻ വെക്കണം. വെയിലത്താണ് വെക്കുന്നതെങ്കിൽ, നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ 1 ദിവസമൊക്കെ മതിയാവും. നല്ല പോലെ ഉണങ്ങി കിട്ടുമ്പം ഇത് ശരിക്കും സ്റ്റോണായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങുമ്പം കണ്ടോ, നല്ല പക്കാ സ്റ്റോൺ പോലെ തന്നെ ഇല്ലേ. ഇനി ഇതിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന്, അതായത് ഒരു ഷൈനിങ്ങും കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് സാനിറ്റൈസറിലാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഷൈനിങ് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം ഇതിന് ഷൈനിങ് ഉണ്ടായെന്നല്ലാതെ പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അത് പഴയ പോലെ തന്നെ ആയി. അപ്പോൾ ഞാൻ വാർണിഷിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല ഷൈനിങ്ങും ഉണ്ടാവും, പിന്നെ കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല അടിപൊളി സ്റ്റോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏത് കളറ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.